കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട്, എനിക്കിതിനൊരു ഉത്തരം കിട്ടിയാൽ മതി, പിന്നെ ഞാനിത് നിർത്തിക്കോളാം എന്നൊക്കെ. ക്ലോഷർ ഇസ് നോട്ട് സംതിങ് യു ഗെറ്റ്, ഇറ്റ്സ് സംതിങ് യു റിയലൈസ് ഇറ്റ്. ആരും തരുന്ന ഒന്നല്ല, നമ്മളത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ വന്ന് നമ്മളോട് മാപ്പ് പറയണമെന്നോ, നമ്മളെ വേദനിപ്പിച്ചത് എന്തുകൊണ്ടിട്ടാണ് എന്ന് വിശദീകരിക്കണമെന്നോ, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചെന്നോ, എനിക്കിതിന് ഉത്തരം കിട്ടണമെന്നോ, എന്നെ മനസ്സിലാക്കണമെന്നോ എന്നൊന്നും ശാഠ്യം പിടിച്ച് നിൽക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ക്ലോഷർ ഇസ് സംതിങ് യു ക്ലെയിം. നമുക്ക് കിട്ടിയ ഡിസ്റെസ്പെക്റ്റ് ആയിരുന്നു ഇതിൻ്റെ ഒക്കെ ആൻസർ. നമ്മൾക്ക് ലഭിച്ച സൈലൻസ് ആയിരുന്നു ഇതിൻ്റെ ഒക്കെ ആൻസർ. നമ്മളോട് പറഞ്ഞ പ്രോമിസസ് അതെല്ലാം പൂർത്തീകരിക്കാതിരുന്നപ്പോൾ അതെല്ലാം നമ്മുടെ ആൻസർ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സൈക്കോളജി പറയുന്നത് ഇങ്ങനെയാണ്, പലപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഇനിയും ഒരു ഉറപ്പ് ലഭിക്കുമോ, ഇതിനൊരു കംപ്ലീഷൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തിരച്ചിലിലാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവരിൽ നിന്ന് ഒരു വാലിഡേഷൻ തേടുന്നത് നിർത്തുമ്പോൾ നമ്മുടെ ഹീലിങ്ങിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ മാപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പോളജി ആവശ്യമില്ല നമ്മുടെ ഒരു മാറ്റത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹീലിങ്ങിനോ എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ക്ലോഷർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ക്ലോഷർ തേടുന്നത് നിർത്തുന്ന നിമിഷം ഹീലിംഗ് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അവരെയല്ല, നമ്മളെ സ്വയം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമാധാനം എപ്പോഴും പുറത്തുനിന്നാകണമെന്നില്ല. നമ്മുടെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കാനാകും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ക്ലോഷർ പുറത്തുനിന്ന് വരണം എന്നാഗ്രഹിക്കരുത്. നമ്മളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താനായിട്ട് സഹായിക്കണം എന്നുള്ളതാണ്.